friends, welcome to this Malabari kitchen. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന റെസിപ്പി എന്താണെന്നല്ലേ? അവിയൽ ഇല്ലാതെ എന്ത് സദ്യ അല്ലേ? അപ്പോൾ അവിയൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അവിയൽ പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. മലപ്പുറം ഭാഗത്ത് ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പച്ചക്കറിയും ഓരോരോ കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചേന, ബീൻസ്, പയറ്, ക്യാരറ്റ്, ഇളവന്, ഇത്രയും പച്ചക്കറിയാണ്. കായ ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. എല്ലാം ഓരോരോ കപ്പ് വീതമാണ് എടുത്തേക്കുന്നത്. കൈപ്പങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടത്തിൽ ഇടാവുന്നേ ഉള്ളൂ. കൈപ്പങ്ങ, അതേപോലെ പടവലങ്ങ, ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറി ഇടാതിൽ. ഇനി ഇത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതലാവണ്ട. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് വേവാൻ വേണ്ടിയിട്ട് പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മളൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട്, ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. പച്ചക്കറി വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം. തേങ്ങ ചതയ്ക്കാൻ വേണ്ടി ഒരു ഫുൾ തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്, ചരുവി എടുത്തേക്കുന്നതാണ്. ഇനി ഇതിലോട്ട് 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. ഓവറായിട്ട് അരയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. മിക്സീൻ്റെ ജാറിലൊന്ന് കറക്കിയെടുത്താൽ മതി. നമ്മൾ തേങ്ങ നന്നായി ഒതുക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചക്കറി വേവിക്കാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഇതുപോലെ വെന്ത് വരണം. നന്നായി ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം, കട്ട തൈര് ചേർക്കാം. തൈര് എൻ്റെത് അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പം ഞാൻ 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്. അത് തൈര് പുളിക്കനുസരിച്ചാണ് ചേർക്കേണ്ടത്. നല്ല പുളി ഉണ്ടെങ്കിൽ ഇത്ര തന്നെ ചേർക്കണമെന്നില്ല. ഒരു പാമ്പ് പുളിയാവുന്നവരേക്കുള്ള തൈര് ചേർക്കണം. ഇതിപ്പോൾ 1/2 കപ്പ് തൈരാണ് ഞാൻ ചേർത്തേക്കുന്നത്. തൈരിൻ്റെ പുളിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ വ്യത്യാസം വരാം. നന്നായി ഇളക്കിയിട്ടുണ്ട് തൈര് ചേർത്തിട്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റും കൂടെ തുറന്ന് വെച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് വേവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അധികം ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം പച്ചക്കറിയൊക്കെ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്കിതിലേക്ക്
ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇനി ഇതിക്ക് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളെ നാടൻ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളെല്ലാം കമൻസായി രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വരും വരെ ഗുഡ് ബൈ.